പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഞാൻ ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, ഒരു കഷ്ണം സവോള അരിഞ്ഞത്, പിന്നെ കുറച്ച് പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് ഈ ചട്ടിയിലിട്ട് കൊടുക്കാം. ഒരു സ്പൂണ് എരിവുള്ള മുളകും ഒരു സ്പൂണ് കാശ്മീരി മുളകുമാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മണം. കൈ വെച്ച് നന്നായിട്ട് ഇതൊന്ന് തിരുമ്മിയിട്ട് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും എൻ്റെ കയ്യിൽ പേസ്റ്റ് രൂപത്തിലുള്ളതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇടണം, പക്ഷേ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഇരിപ്പുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിടുന്നില്ല. അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് എടുത്തിട്ട് ഇതിനകത്ത് ചതച്ചിട്ട് ഇത് തിരുമുന്ന സമയത്ത് ചേർക്കണം. ഇപ്പോൾ ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതൊന്ന് തിരുമിയാൽ മതി. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിക്കാം. ഇതിനകത്ത് ഇത് ആയിക്കഴിയുമ്പോൾ ഒരു സ്പെഷ്യൽ സാധനം കൂടി ഇതിനകത്ത് ഇടാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടി ഒന്ന് കലക്കിയിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുറച്ച് നല്ലപോലെ വെള്ളം ചേർക്കണേ. അതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞ ചിക്കനാണ്. അതും കൂടെ ഒരു 150 ഗ്രാമോളം വരും, അത്രയേ ഉള്ളൂ. അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കലക്കി നമുക്കിതൊന്ന് സ്റ്റൗ കത്തിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് അതിന് ശേഷം ഒരു കാമുറി തേങ്ങ ചിരങ്ങിയത് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ ആയി വെള്ളമെല്ലാം വറ്റി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ തേങ്ങയും ഇത്രയും ഗ്രേവി വേണ്ടവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ വറ്റിയിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് നല്ല പാകമായിട്ടായിട്ടുണ്ട്. ഞാൻ ഈ സ്റ്റേജിൽ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. അതിനു മുമ്പ് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ചിലരെല്ലാം ഇങ്ങനെ ചെയ്യാറുണ്ട്, പക്ഷേങ്കിൽ ചെയ്യാത്ത ആൾക്കാരും ഉണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. കുറച്ച് ചിക്കൻ മതി. നമ്മൾ വാങ്ങുമ്പം കുറച്ച് മാറ്റി വെച്ചിട്ട് ഒരു സൈഡ് കറിയായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇത് മാത്രം മതി നമുക്ക് ഇഷ്ടംമാതിരി ചോറിനാൻ വേണ്ടിയിട്ട്. അത്ര ടേസ്റ്റാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മല്ലിപ്പൊടിയോ പിന്നെ അതേപോലെ ഗരം മസാലയോ അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇതിനകത്ത് ഇടുന്നില്ല. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ മുളകിട്ടതെന്നാണ് ഇതിന് പറയുന്നത്. തോരൻ എന്ന് ചിലർ പറയും. തോരനാകുമ്പോൾ നമുക്ക് തക്കാളി ഒന്നും ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിന് ചിക്കൻ മുളകിട്ടതെന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാവരും ചിക്കൻ മുളകിട്ടതൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ ഈ ചിക്കൻ മുളകിട്ടത് ചട്ടിയിൽ തന്നെ വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. കുക്കറിലൊന്നും ഇട്ട് ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.